നമ്മുടെ എല്ലാം ഉയർന്ന പ്രതീക്ഷകളാണ് നമ്മുടെ മക്കൾ. അതിനേക്കാൾ വലിയ വിദ്യാഭ്യാസവും നാം അവർക്ക് നൽകുന്നുണ്ട്. ആ മക്കൾക്ക് പുസ്തകം എടുത്ത ഉടനെ ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നമ്പർ 1, അവരുടെ പഠന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്താം. വായിച്ച് പഠിക്കാൻ പറയുക, ആവശ്യമായ പോയിന്റുകൾ എഴുതാൻ പറയുക, ചിത്രങ്ങൾ വരയ്ക്കുക, മൈൻഡ് മാപ്പിംഗ് ഉണ്ടാക്കുക. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ പതിയുകയും ഉറക്കം അകന്നു നിൽക്കുകയും ബുദ്ധി വികസിക്കുകയും ചെയ്യും. നമ്പർ 2, ഒരേ പൊസിഷനിൽ കുറച്ച് അധികം നേരം ഇരുന്നാൽ സ്വാഭാവികമായും എല്ലാവർക്കും ഉറക്കം വരും. അതിൽ നിന്നും മാറ്റം വരുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയി കുറച്ച് വെള്ളം കുടിക്കാനും പറയുക. നമ്പർ 3, സമയം ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ പകൽ നേരത്തെ കളിയും സ്കൂൾ പോകലും മദ്രസയിൽ പോകലും എല്ലാം കഴിഞ്ഞത് വന്നതിന് ശേഷം നമ്മൾ രാത്രി നേരത്തെ പഠനം, രാത്രി ഉറക്കമൊഴിച്ചുള്ള പഠനം ഒരിക്കലും നമ്മുടെ ശരീരത്തിന് യോജ്യമല്ല. ഫ്രഷ് മൈൻഡ് ആൻഡ് ഫ്രഷ് ശരീരത്തിലാണ് നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. അതിരാവിലെയോ അല്ലെങ്കിൽ പകൽ നേരത്താണ് നമ്മൾ പഠിക്കേണ്ടത്. കാറ്റും വെളിച്ചവും നല്ലപോലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ. ഉറക്കം ഒരിക്കലും പഠനത്തിനെതിരല്ല, അതൊരു സൂചനയാണ്. നന്നായി ഉറങ്ങുന്നവന് മാത്രമേ നല്ലപോലെ പഠിക്കാൻ കഴിയുകയുള്ളൂ.